ഒരു ഗുണ്ടയ്ക്കും ലോകയുടെ അച്ഛനാണ് അവർ കാണിക്കുന്നത്. വളരെ മോശമായ മൂന്നാംകട ഗുണ്ടകളുടെ രീതിയിൽ പെരുമാറുന്ന വൈദികത. റോഡിൽ എന്തായാലും പട്ടിയാ വരയ്ക്കുന്നത്, എനിക്ക് വരയ്ക്കാൻ പറ്റും. ആ വില ഉള്ളൂ. എന്തിനാ വെറുതെ കെട്ടണേ? ലിവിങ് ടുഗദർ നടത്തി മനസ്സിലാക്കിയിട്ട് പയ്യെ കെട്ടിയാ പോരെന്ന് ഒരു ഭാഗം പറയുന്നുണ്ട്. ത്രില്ലും വിവാഹത്തിന് മുമ്പ് കഴിഞ്ഞിട്ട് വിവാഹം കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് ഒന്നുമില്ല. ആസ്വദിച്ചില്ല. കുറച്ച് കഴിയുമ്പോഴോ നീ എൻ്റെ കൂടെ ജീവിച്ചതല്ലേ, ചിലപ്പോൾ വേറെ വല്ലവരും കൂടെ പോയി കാണും. ചുമ്മാ ഡൗട്ട്. എത്ര കേസാ വരുന്നത്. എനിക്ക് ഒരുമാതിരി നന്ദത്തോടെ ജീവിക്കുന്ന കുടുംബമുണ്ടോ അവരോട് പറയാനും. അല്ലാതൊക്കെ നീ വേസ്റ്റോട്ടെ. അമ്മായിമ്മ മരുമകള് അല്ല, അമ്മായിയമ്മയെ പീഡിപ്പിക്കുന്ന മരുമകളുമാര് പുതിയ തലമുറ കൂടുതൽ. 100 കോർട്ട് കേസ് എടുത്താൽ 65 കേസും പെണ്ണിന്റെ അപ്പന്റെ അമ്മയുടെയും കുഴപ്പമാണ്, അല്ലെ ആണിന്റെ അപ്പന്റെ അമ്മയുടെയും കുഴപ്പമാണ്. ഈ കുടുംബ ബന്ധം ദാമ്പത്യ ജീവിതത്തിൽ തടസ്സമാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. വാടക വീടാൻ എടുത്ത് മാറിക്കണം. ദാമ്പത്യ ജീവിതത്തെ തകർത്തുമെങ്കിൽ അവർക്ക് 2ാം സ്ഥാനവും 1ാം സ്ഥാനം കിട്ടുക. അവർ കഴിഞ്ഞു പോയ കാലമാണ്. ഫാമിലിയാണ് സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ്. അതിന്റെ ബലം പോയാൽ സമൂഹം പല രാജ്യങ്ങളും തകരാനൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്ന കുടുംബ ബന്ധങ്ങളില്ല. തീർന്നു പോകുന്നു. ഒരു മാസം കഴിഞ്ഞുകൊണ്ട് ഒരു ലോറിയിൽ അലമാരിയും പെണ്ണിന്റെ അപ്പനും എല്ലാം കൂടെ വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ അലമാരി അവനും വേണ്ട ഞങ്ങൾക്കും വേണ്ട, അച്ഛൻ ഇത്രയും സമയം ചെലവഴിച്ച ആളല്ലേ, അച്ഛൻ ഇരിക്കണം. വക്കീലായി ഡൈവേഴ്സ് കിട്ടി ആദ്യത്തെ ഫീസാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഈ വരുന്ന മാർച്ച് 4 വൈകുന്നേരം കൊച്ചിൻ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ. പോയ വർഷം നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ താരങ്ങൾ ഇതാ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. ഇപ്പം ജനിച്ചു വരുന്ന പിള്ളേർക്ക് വരെ, അല്ലെങ്കിൽ ഒരു LKG ഒരു കുട്ടിക്ക് വരെ ഫോണിനെ പറ്റി എല്ലാം അറിയാം. പണ്ടത്തെ പോലെ അല്ല. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർട്ടൂൺ അല്ലെങ്കിൽ TV-യിലൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് എല്ലാം ഫോൺ എങ്ങനെയാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ യൂട്യൂബ് എന്താണ്, ഇൻസ്റ്റാഗ്രാം എന്താണ്. അപ്പം അത് നമ്മുടെ ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ലതാണ് എല്ലാ അറിവുകളും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിലൊരു ദോഷവശം ഉണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? പ്രോപ്പർ വേയിൽ ഉപയോഗിച്ചാൽ ഒരു ദോഷമില്ല. അതിൽ നല്ലതൊന്നും അല്ല കാണുന്നത്. ഇങ്ങനത്തെ വേണ്ടാത്തത് മാത്രം കാണും. അവിടെയാണ് ഇപ്പൊ നമ്മുടെ ഒരു പക്ഷിക്കുഞ്ഞിനെ തന്നു. ഇത് ജീവനുള്ളതാണോ ചത്തതാണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഞെക്കിയാ ചത്തു, അയച്ച. അതുപോലെ സോഷ്യൽ മീഡിയ ആയി. ഈ നമ്മുടെ ട്രെൻഡ് ഈ ഫോണിനും അറിയാമല്ലോ. വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തൻ അവന്റെ ഈ ഓൺ ചെയ്യുമ്പോഴേ വരുന്നതെല്ലാം വൃത്തികെട്ട പടങ്ങളും വൃത്തികെട്ട സിനിമയുമാണ്. അതിപ്പം വൃത്തികെട്ടവനാണെന്ന് ഫോണിനറിയാം. ഇത് ചെയ്തോളൂ. അതേസമയത്ത് ആത്മീയതയും ദൈവികമായ ചിന്തിക്കുന്ന തുറക്കുമ്പോഴേ അതേ വരൂ. അവർക്ക് കൊള്ളാമെന്നറിയാം. പോസിറ്റീവ് ടോക്സ് സ്ഥിരം കേൾക്കുന്നവന്റെ ഫോൺ തുറക്കുമ്പോഴേ അത് മാത്രമേ വരുള്ളൂ. ചീത്തയായ കാര്യം അതേ വരും. അപ്പൊ നമ്മുടെ ക്യാരക്ടറാണ് ഫോൺ പോലും കാണിക്കുക. അതിന് റീഡിങ് ഉണ്ടല്ലോ, നമ്മൾ ആരാന്ന് അത് കാണിച്ചു കൊടുത്താൽ മതി. ഞാനാണെന്ന് ആൾക്കാരെ പറ്റിക്കാൻ. പക്ഷെ ഇതിനെ പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളും വിജയിക്കല, സഹായിക്കാൻ പറ്റില്ല. ഇപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പത്തെ ജനറേഷനിൽ വീട്ടുകാരുടെ, 2 കുടുംബക്കാരുടെയും ഇപ്പൊ ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ എങ്ങനെ പണ്ടത്തെ പോലെ തന്നെയാണ്? പണ്ടെന്ന് വെച്ചാൽ അമ്മായിമ്മ വരുമ്പോൾ പോര്, അങ്ങനെയൊക്കെ നമ്മൾ സീരിയലായാലും സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടുവന്നു. അപ്പം അത് ആക്ച്വലി ഇപ്പോഴും ഉണ്ടോ? ഇപ്പോൾ അതിനേക്കാൾ കൂടുതലാ. അമ്മായിമ്മ മരുമകള് അല്ല, അമ്മായിയമ്മയെ പീഡിപ്പിക്കുന്ന മരുമകളുമാര് പുതിയ തലമുറ കൂടുതൽ. രണ്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം കുടുംബങ്ങളാണ്. ഇപ്പൊ നമ്മള് 100 കോർട്ട് കേസ് എടുത്താൽ 65 കേസും പെണ്ണിന്റെ അപ്പന്റെ അമ്മയുടെയും കുഴപ്പമാണ്, അല്ലെ ആണിന്റെ അപ്പന്റെ അമ്മയുടെയും കുഴപ്പമാണ്. ഫാമിലി ഉണ്ടാക്കുന്ന കേസാണ്. ആ വീട്ടിൽ നിന്ന് മാറ്റി ഇവർ ഒരുമിച്ച് ജീവിച്ചാൽ ഒത്തിരി കേസ് അങ്ങനെ തീർത്തുന്നു. അപ്പൊ എന്നാ പ്രായമുള്ള അവരവിടെ കിടന്നോട്ട്, നിങ്ങൾക്ക് ആ ഭാവി മാറ്റണം. ഒത്തിരി കേസ്, ഒരുപാട് കേസ്. ഇപ്പൊ മോക്ക് നല്ല വരുമാനമുണ്ട്, കെട്ടിച്ചു വിടുക, വരുമാനം പോയി, ഭർത്താവിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഉടനെ പറയും ഇങ്ങോട്ട് പോരടി, പോട്ട്, നിന്റെ കാശാണ്, നീ വേണ്ടല്ല. ആങ്ങളമാര് വരെ പറയാം. കുറച്ച് കഴിയുമ്പം അവരുടെ കാലം വരുമ്പോൾ നമ്മൾക്ക് ഏകാന്തം വരുമ്പോഴാ പറ്റിപ്പോയല്ലോ, അപ്പോഴത്തേക്ക് കാലം കഴിഞ്ഞു. അതുപോലെ ചെറുക്കനോടും നമുക്ക് ജീവിക്കാൻ വകുപ്പുണ്ടടാ, ധൈര്യമായിട്ടിരിക്കും, അവളവിടെ വഹിക്കുമ്പോൾ വരുന്ന അമ്മമാർ, അപ്പന്മാർ, ചില പെങ്ങന്മാർ, അങ്ങനെ കുടുംബത്തിന്റെ സ്വാധീനം ഒത്തിരി ഇന്നാണ്. പണ്ടതിന്റെ 10-1 പോലും ഇല്ല. ഒരു ഓരോ വിലക്കോ അങ്ങനെ തീർന്നു. കെട്ടിച്ച് വിടാളോട് പറയും അവിടെ ജീവിച്ചോളൂ, വീട് അങ്ങോട്ട് പോന്നേക്കൽ, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എന്നതല്ല, ഇന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോരാ കേട്ടോ, ഒരു മുറി പൂട്ടിയിട്ടേക്കാം, നിനക്കുള്ള മുറിയാ,
അങ്ങനെ മുറി ഉണ്ടാക്കിയിട്ടാലേ പ്രശ്നം. ഇപ്പൊ അച്ഛന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് വേറെ മാറി താമസിക്കണം എന്നാണോ? ഒരുമാതിരി, അതായത് സ്നേഹവും ഐക്യമാണെങ്കിൽ ഒന്നും വേണ്ട. ഈ കുടുംബ ബന്ധം ദാമ്പത്യ ജീവിതത്തിൽ തടസ്സമാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. വാടക വീടാണ് എടുത്ത് മാറിക്കണം. അങ്ങനെ കുറെ കഴിയുമ്പോൾ നോർമലായി തിരിച്ചു തരാം. അപ്പനെയും അമ്മയും വേണ്ടെന്ന് വെച്ചിട്ടില്ല, അവരുടെ സാന്നിധ്യവും അവരുടെ ഇന്ററാക്ഷനും നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തെ തകർക്കുമെങ്കിൽ അവർക്ക് 2ാം സ്ഥാനവും 1ാം സ്ഥാനം നമ്പറിയാകും. അവര് കഴിഞ്ഞു പോയ കാലമാണ്. പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പം അച്ഛന്റെ പ്രസംഗം കേട്ട് ഒരുപാട് പേർക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസം ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അച്ഛനും ഇടയ്ക്ക് ഇങ്ങനെ സങ്കടങ്ങളും ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പം എന്ന് വെച്ചാൽ ചാർലി ചാപ്ലിൻ എല്ലാരും ചിരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്, പക്ഷെ ആൾക്കും ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അച്ഛന്റെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും സങ്കടം വരുമ്പോ എങ്ങനെയാ അച്ഛൻ ഓവർകം ചെയ്യണേ? സാധാരണയായിട്ട് അധികം സങ്കടമില്ല. കാരണം എന്തിനും ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്രതീക്ഷിതം എന്തെങ്കിലും വന്നാലും ഒരു സങ്കടമുണ്ട്. ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന മനസ്സിലാക്കാതെ നമ്മളെ കുറിച്ച് ചിലർ കമന്റ് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരും. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, 100 പേര് 10 പേര് വേറിട്ട് കാണും. അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് പരിഹാരമില്ല. അങ്ങനെയുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പാളിച്ച ഉണ്ടെങ്കിൽ തിരുത്തും. അല്ലെങ്കിൽ ചുമ്മാ ഇഷ്ടം പോലെ കമന്റ് എല്ലാവരും പറയുമല്ലോ, തള്ളയെ തൊഴിച്ചാലും 2 വർഷം, അമ്മയ്ക്ക് തൊഴിൽ കിട്ടേണ്ട ചോദിച്ചത് മോശം. അതിന് വലിയ വിലയൊന്നും ഇത്ര വലിയൊരു പറഞ്ഞാലും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധമാണ്. പിന്നെ ഒത്തിരി പിരിമുറുക്കം വന്ന് ഇരിക്കുമ്പം നല്ല തമാശകളൊക്കെ ആയിട്ട് ചാനലിൽ കാണും, ഫോണിൽ കാണും. അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കും. അത് പെട്ടെന്ന് ഓർമ്മ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാവുന്ന വിധത്തിലുള്ള ടെൻഷനെ വരുന്നുള്ളൂ. അതിന് മുന്നിലൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛന് തമാശ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം രമേശ് പിഷാരിയുടെ തമാശ ഭയങ്കര ഞാൻ ആസ്വദിക്കുന്നു. ഇപ്പൊ എന്നെ തന്നെ ഈ മിമിക്രിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട് സോഷ്യൽ മീഡിയ. ഒത്തിരി പേര് ചെറിയ തമാശകൾ അയച്ചു തരും, നമ്മൾ പറഞ്ഞ് നമ്മളിലൂടെ അത് അവതരിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും ചിലതൊക്കെ വിവാദങ്ങളാകാറുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്ന അർത്ഥത്തിലല്ല അവരെടുക്കുന്നത്. അതെ, എല്ലാം അതെ മൊത്തം കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും. അപ്പൊ ആ നെഗറ്റീവ് കമന്റ്സ് എങ്ങനെയാ അച്ഛൻ നോക്കി കാണുന്നത്? റോഡിൽ എന്തായാലും പട്ടിയാ വരയ്ക്കുന്നത്, എനിക്ക് വരയ്ക്കാൻ പറ്റും. ആ വില കൂടും. എന്റെ ഭാഗം ശരിയാണെങ്കിൽ ഏത് കമന്റിനും കില്ലപ്പട്ടിയുടെ വരയുടെ വില ഇത്ര മുഴുത്തുവാൻ പറഞ്ഞു എന്നും അങ്ങനെ എത്രയോ കമന്റ് കേട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അതിൽ അങ്ങനെ പഠിക്കുന്നു, ഞാൻ എന്റെ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങനെ ചെവിയൊന്നും കൊടുക്കണ്ട. ഈ കമന്റ് പറയുന്നതിന്റെയൊക്കെ പലരുടെയും വീടും പക്ഷേ നാട്ടിലെ വെറും 3 കൂലികളാണ് കമന്റ് ഇടുന്ന. അന്തസ്സുള്ള കുടുംബത്തിൽ വരുന്നില്ല. നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുള്ള ചിലരെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. വെറും തറ മനുഷ്യര്, ഒരു തൊഴിലുമില്ല, ആരെന്ത് ചെയ്താലും പറയും. കർത്താവിനെ നോക്കി പറയും മീശയ്ക്ക് നീളം കൂടുതലാണ്, വെറും ഊപ്പകളാണ്. അങ്ങനെ കൊടുത്താൽ നമ്മൾ തീരെ വളരുകയല്ല. നമ്മുടെ നിലവാരവും അതിന്റെ വഴി നമ്മുടെ ലക്ഷങ്ങളുണ്ട് നമ്മൾ പറയുന്നത് സ്വീകരിക്കുന്നത്. നമ്മുടെ ഭരണങ്ങാന ആശ്രമത്തില് ഒരു അലമാര അച്ഛന് കിട്ടിയതിരിപ്പുണ്ടെന്ന്, അതിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്താ? ഒരു ഡൈവോഴ്സ് കേസ് വന്നതാ. അത് പെണ്ണിന്റെ ഭാഗമായിരുന്നു കൂടുതൽ കറക്റ്റ്. ആണിന്റെ ഭാഗത്തൊരു ദേഹത്തിൽ ചെയ്യുന്ന പെണ്ണിനെ കാണുമ്പോൾ ഒക്കെ അപ്പൊ എല്ലാം പറഞ്ഞ് സെറ്റിലാക്കി കഴിഞ്ഞപ്പം ഈ ഒരു അലമാരി പറഞ്ഞു, നീ പോവാണ് ഇതിവിടെ വെച്ചിട്ട് പോയിക്കൊള്ളാം. അവള് പറഞ്ഞു ഒരു കൊടക്കമ്പി പോലും ഇട്ടിട്ട് പോകത്തില്ല. അത് പിന്നെ അങ്ങനെ തീർന്നു പോന്നു, കേസ് തീർന്നു പോന്നു. 1 മാസം കഴിഞ്ഞുകൊണ്ട് ഒരു ലോറിയിൽ അലമാരിയും പെണ്ണിന്റെ അപ്പനും എല്ലാം കൂടെ വരുന്നു. എന്നിട്ട് പറഞ്ഞു ഈ അലമാരി അവനും വേണ്ട ഞങ്ങൾക്കും വേണ്ട, അച്ഛൻ ഇത്രയും സമയം ചെലവഴിച്ച ആളല്ലേ, അച്ഛൻ ഇരിക്കണം പറഞ്ഞു. പറഞ്ഞു വെച്ചു. അതിനകത്താണ് എന്റെ കൂടെയുള്ള അച്ഛന്മാര് തിരുവസ്ത്രങ്ങളൊക്കെ അന്നേ തൂക്കി വലിയ അലമാരി ഉപയോഗിച്ചു. അപ്പം എനിക്ക് ഒരു വക്കീലായി ഡൈവേഴ്സിന് കിട്ടിയ ആദ്യത്തെ ഫീസാണ്. ഇതുപോലെ തന്നെ ഒരു ഏറ്റവും രസകരമായ ഞാനൊരു സ്റ്റോറി കേട്ടത്, അച്ഛന്റെ പ്രസംഗം കേട്ട് ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയില്. അതെന്താണ്? ഞാൻ അറിഞ്ഞില്ല, യൂട്യൂബിൽ കേട്ടോണ്ടിരുന്നേ. പ്രസവാശുപത്രി കിടക്കുവാൻ അതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചോണ്ടിരുന്നു. ചിരിച്ച് കിടന്നായിരിക്കും പ്രസവം ഉണ്ടായിരുന്നു. അതങ്ങനെ സമ്മതിച്ചോ ഹോസ്പിറ്റലിൽ? അങ്ങനെയൊക്കെ
പ്രസവത്തിന് വേണ്ടി സിസേറിയനാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിയമങ്ങളിൽ. സൗകര്യം പോലെയാവില്ല ഈ ആഴ്ച എവിടെയാണേലും. ഇത് ആദ്യം അച്ഛൻ കേട്ടപ്പോ അച്ഛൻ എന്താ തോന്നി, പെട്ടെന്ന് മനസ്സിലേക്ക് എന്താ? ഭർത്താവാ പറഞ്ഞതേ. അപ്പൊ എനിക്ക് ചിരി തോന്നി, ഇങ്ങനെയും പ്രസംഗം സ്വാധീനിക്കുമല്ലോ, ഇങ്ങനെ പോയാൽ സിസേറിയൻ വരുന്ന ഹോസ്പിറ്റലുകാർക്ക് എന്റെ പ്രസംഗം നഷ്ടക്കച്ചവടം ആവുമല്ലോ. ഓക്കെ. അച്ഛാ, ഈ ജനറേഷനില് ഇപ്പം പണ്ടൊക്കെ കോമൺ അല്ലാത്തൊരു വേർഡായിരുന്നു ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. പണ്ട് അതെന്ത് ഭയങ്കര തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നോക്കി കാണുന്ന വേർഡായിരുന്നു. പക്ഷെ ഇപ്പൊ കോമൺ ആണ് ലിവിങ് ടുഗദർ. അതിനോട് അച്ഛൻ യോജിക്കുന്നുണ്ടോ അതോ എന്താണ്? വലിയ ഒരു ജനകീയ കോടതിയിൽ എന്റെ വലിയ റോളുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ചാനലില്. അതിനകത്ത് ലിവിങ് ടുഗദറിന്റെ ആള് വന്നായിരുന്നു. ആളെ എഴുതി പ്രതി ഞാനും ഇരുന്നു. അതായത് ഭയങ്കരമായിട്ട് ഞാൻ എന്നെ കമന്റ് പറഞ്ഞതാണ്. അപ്പം ലിവിങ് ടുഗദറിനകത്ത് റെസ്പോൺസിബിലിറ്റികളില്ല, ഉത്തരവാദിത്വമില്ല. ജീവിതത്തിൽ ഒരുത്തൻ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ച് ആ കുഞ്ഞിനെ പുതിയ തലമുറയുടെ ഭാഗമാക്കി സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാത്ത ഞാൻ ഭൗതികമായ ധാർമ്മികമായ പ്രസംഗങ്ങൾ പറഞ്ഞ് അതുവഴി ഒരുപാട് മനുഷ്യരെ തിരുതി അവരെ നല്ലവരാക്കി ലോകത്തിന് കൊടുക്കുമ്പോഴാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. ഇതുപോലെയാണ് ഇപ്പം ലിവിങ് ടുഗദറിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ. ചുമ്മാ തിന്നുന്നു, കുടിക്കുന്നു, ജീവിക്കുന്നു, പോകുന്നു. വെച്ചാൽ നമ്മളിപ്പം കന്നിമാസിൽ 2 പട്ടി ഇങ്ങനെ എന്റെ നിലപാടത്തരും എന്റെ കാഴ്ചപ്പാട്. അതിങ്ങനെ പട്ടി വരയ്ക്കുന്നു, നക്കുന്നു, നടക്കുന്നു, പോകുന്നു. അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് മക്കള് വേണ്ട, ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി, പ്രസവിക്കാൻ പാടാ എന്ന് പറയുമ്പോഴും അതേ ഉള്ളൂ. അങ്ങനെ കല്യാണത്തിലേക്ക് പോകെ. ലിവിങ് ടുഗദർ ലോകത്ത് ചില തിന്മ ഒരുപാട് വർദ്ധിച്ചു വരുമ്പോൾ ആ നന്മ അറിയാൻ അക്സെപ്റ്റ് ചെയ്യും മനുഷ്യരെ. ഓക്കെ, അങ്ങനെ പറഞ്ഞ ആ രീതിയിൽ അതിനെ എടുത്താൽ മതി. അതിന് അതൊരു സിസ്റ്റം അല്ല, കുറെ പേരുടെ എക്സെപ്ഷനാണ് ചെയ്യുന്നത്. ആണും പെണ്ണും ഒക്കെ ഉള്ള രീതികൾ. അതിന് നമ്മൾ ആ ഒരു രീതിയിൽ കാണുക എന്നുള്ളത്. പിന്നെ ചുമ്മാ കാലാകാലങ്ങളിൽ വരുന്ന ചില പദപ്രയോഗങ്ങള് പറയില്ലേ, തള്ളുക പറയില്ലേ, അത് പറയേണ്ടത് ഒരു 30 വയസ്സ് താമ ചെറുപ്പക്കാർ പറയേണ്ട വാക്കാ. അല്ലാണ്ട് 70 വയസ്സുള്ള അപ്പാപ്പൻ അമ്മാമ്മയോട് നീ തള്ളല്ലെന്ന് പറഞ്ഞ വൃത്തികേടാണ് ജീവിക്കുന്നത്, രോചകമാണ്. ചിലരുടെ പ്രായത്തിൽ പറയേണ്ട ചില വാക്കാണ്. അല്ലെ പറയാണ്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് പറയുന്നത് തന്തവൈവാണ്, അല്ലെ തള്ളവൈവാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നുമില്ലാത്ത തന്തയില്ലാത്തവരോ എന്ന് പറഞ്ഞൊരു വൈവില്ല സമൂഹത്തിൽ. അതാരും വീട്ടിൽ വരാതെ വസിക്കുന്നുള്ളൂ. ഈ പറയുന്നവർ പലരും അതാ ഉള്ളത്. അതാരും പറയുമല്ലോ. എല്ലാരും പൊതിഞ്ഞു വെച്ച് നല്ലത് മാത്രം ഇംപ്രഷൻ കൊടുത്തു പോകും. അടിസ്ഥാനത്തിൽ ആരും തൊടുന്നില്ല. ചുമ്മാ ഈ കമന്റ് പറയുന്നവരെല്ലാ മൂല്യവും വലിച്ചെറിഞ്ഞിട്ട് തോന്നുന്ന പോലെ കുറെ മുടിയും നീട്ടി അത് ഒഴികൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വൈവ് പറയാം. ഇതിന്റെയൊക്കെ കൺട്രിബ്യൂഷൻ സമൂഹത്തിന് ലോകത്തിന്. അതിനേക്കാൾ അർത്ഥമുള്ളത് റബ്ബർ വിടുന്നൊരു ചേട്ടനാണ് ഇതിനേക്കാൾ വില. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാ. കാരണം അവരെന്തിനും സമൂഹത്തിന് കൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുമില്ല. ചുമ്മാ കുറെ സോഷ്യൽ മീഡിയ കമ്പനി മറ്റു പറയാണ്, തൊഴിലില്ലാ കമ്പനി മരന്നിരിക്കുക. സോ ചീപ്പ്. ഞാനങ്ങനെ അവരെയൊക്കെ കാണും. ഇപ്പൊ പലരും പറയുന്നത് ഇപ്പൊ ഡിവോഴ്സ് കേസ് ഉയർന്നു വരുന്നോണ്ട് എന്തിനാ വെറുതെ കെട്ടണേ, ലിവിങ് ടുഗദർ നടത്തി മനസ്സിലാക്കിയിട്ട് പയ്യെ കെട്ടിയാ പോരെന്ന് ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു മനസ്സിൽ ഉറപ്പിച്ചു വരുന്ന ഒരു വ്യക്തിയോട് അച്ഛന്റെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ അച്ഛൻ എന്തായിരിക്കും ഉപദേശം കൊടുക്കുക? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. നമ്മളിപ്പം എല്ലാ ത്രില്ലും വിവാഹത്തിന് മുമ്പ് കഴിഞ്ഞിട്ട് വിവാഹം കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് ഒന്നുമില്ല. സൈക്കിൾട്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതില്ല. ചുമ്മാ ആസ്വദിച്ച് തരിക. അവസാനം അങ്ങനെ ഒന്ന് കുറച്ച് കഴിയുമ്പോഴോ നീ എൻ്റെ കൂടെ ജീവിച്ചതല്ലേ, ചിലപ്പോൾ വേറെ വല്ലവരുടെ കൂടെ പോയി കാണും. ചുമ്മാ ഡൗട്ട്. എത്ര കേസാ വരുന്നത്. വളരെ നല്ലവരാണ് ജീവിക്കുന്നത്. ഇതിന്റെ അവസാനം വരുന്ന കുഴപ്പമില്ല, ഇങ്ങനത്തെ രീതികൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഫാമിലി ഇല്ല. ഫാമിലി ഇല്ലാതായാൽ ഫാമിലിയാണ് സമൂഹത്തിലെ ബേസിക് യൂണിറ്റ്. അതിന്റെ ബലം പോയാൽ സമൂഹം. പല രാജ്യങ്ങളും തകരാനൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്ന കുടുംബ ബന്ധങ്ങളില്ല. അപ്പനും അമ്മയൊക്കെ പല വഴിക്ക് പോയി, മക്കളവരുടെ വഴിക്ക് പോയി, അവർ തകർച്ച ഒത്തിരി വരുന്നു. ഇപ്പം ഇനി അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇനി വരുന്ന വർഷങ്ങൾ കഴിയും തോറും ഈ വിവാഹം എന്നുള്ള കർമ്മങ്ങളൊക്കെ ഇല്ലാണ്ടാകും, അല്ലെങ്കിൽ ഇപ്പൊ പല ഫോറിൻ കൺട്രീസും ഫോളോ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറും, ഇവിടെയും അങ്ങനെ ചേഞ്ച് ആകും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഏഷ്യൻ കോണ്ടക്സ്റ്റിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മുസ്ലിങ്ങളുണ്ട്, അവർക്ക് അവരുടെ ആചാര രീതികളുണ്ട്, ശിക്ഷയായി. ഹിന്ദുക്കൾക്കുണ്ട് അവരുടെ ക്ഷേത്ര പൂജകളും, ക്രൈസ്തവരും അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ ചുറ്റുപാട് നിൽക്കുന്ന റോൾ മോഡലുകൾ ഒത്തിരിയാണ്. അത് വിട്ടുപോകാൻ പറ്റിയ
ഏറ്റക്കുറച്ചിൽ വരാം, പക്ഷെ എങ്കിലും ഈ ഫംഗ്ഷൻ ലോകാവസാനം വരും. 2000 വർഷമായിട്ടുള്ളതാണെങ്കിൽ എല്ലാ കാലത്തും ഇങ്ങനെ എന്തെങ്കിലും വരും. അതങ്ങ് വന്നോളൂ. ഓക്കെ. ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സ്, ലെസ്ബിയൻ കപ്പിൾസ്, ഗേ കപ്പിൾസ്, അതൊക്കെ നേരത്തെ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് കേട്ടോണ്ടിരുന്ന അല്ലെങ്കിൽ മൂവീസിലൂടെ ഒക്കെ കണ്ടോണ്ടിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലും ഉണ്ട് ഒരുപാട് പേര് നിയമസഹായം തേടി ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനത്തെ കപ്പിൾസ് ആരെങ്കിലും അച്ഛനെ അപ്രോച്ച് വന്നിട്ടില്ല? ഓക്കെ. അതിനോട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല ആദ്യമേ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയാണ്. പറയാനുമില്ല. ടി വി തന്നെ വലുതായിട്ട് ഞാൻ പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടും പറഞ്ഞു. ഇതൊന്നും ഭൂരിപക്ഷത്തിന്റെ അല്ലല്ലോ, 1% ആണ് ഇപ്പോഴേ. അതെപ്പോ എക്കാലത്തും അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ മീഡിയ അവരോടെല്ലാം പെട്ടെന്ന് അറിയുന്നു, അതെല്ലാം പുതിയ പറ്റും. അതെ അതെ. ഇപ്പൊ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോ അവര് പറയുന്നത് ഞങ്ങൾ മനഃപൂർവ്വമല്ല, ഞങ്ങൾക്ക് ജന്മനാ കിട്ടിയതാണെന്നാണ് പറയുന്നത്. അപ്പൊ ജീവിച്ചോട്ടെ, എന്റെ വിലപ്പെട്ട സമയം അതിനൊന്നും കളയാൻ എനിക്കില്ല. അവരുടെ സൗകര്യം. എനിക്ക് ഒരുമാതിരി നന്ദത്തോടെ ജീവിക്കുന്ന കുടുംബമുള്ളൂ, അവരോടെ പറയാനുള്ളൂ. അല്ലാതൊക്കെ എനിക്ക് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഈ കപ്പിൾസ് ഒക്കെ വന്ന് ഇരിക്കുമ്പോഴത്തേനും അച്ഛൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത്രയും നന്നായിട്ട് അച്ഛൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താണ്? അങ്ങനെ ആരെങ്കിലും തിരിച്ചങ്ങനെ ചോദിച്ചിട്ട്? ആധികാരികമായ ആരും എനിക്കുണ്ട്, നിയമത്തിന്റെ അറിവുണ്ട്, വായനയുടെ മനഃശാസ്ത്ര അറിവുണ്ട്, അധികാരത്തിലാ പറയുന്നത്. അങ്ങനെ പറഞ്ഞ അങ്ങ് ഇത് എനിക്ക് എന്നാ സുഖം, സഹായം വേണം, അതെയല്ല. ഓക്കെ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വയനാട്, ഇടുക്കിയാന്ന് പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ഇന്ത്യയിലെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ന്യൂസിലാൻഡ് ആൻഡ് സ്വിറ്റ്സർലാൻഡ് ആന്ന് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? ന്യൂസിലാൻഡ് എപ്പോഴും പ്രകൃതിയുടെ ഭംഗി, പ്രകൃതി ഭംഗി ഭയങ്കര. നമ്മൾ ചുമ്മാ അവിടെ പറയാമോ ഇടുക്കി ഭയങ്കര, അതൊക്കെ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ചുമ്മാ ഒന്നും ഈ പട്ടികാശവും വൃത്തിയായിട്ട് കിടക്കുന്ന നാടാണ് നമ്മുടെ. അവരെ ഉള്ളത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് നമുക്ക് കൊതിയാവും, നമുക്ക് തന്നെ കരയൊക്കെ ഉരുളാൻ തോന്നും. നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ദൈവത്തിന്റെ നാട് തേക്കടിയുണ്ട്, 3 നാൾ. സത്യമായിട്ടും പ്രകൃതി നല്ലതുണ്ട്, പക്ഷെ ഒരു ആകർഷണം നമുക്ക് തോന്നിയാലേ ഇങ്ങനെ കിടക്കുന്നു. ആലപ്പുഴ എന്നാ സുന്ദരമാ, ബെനീസിനേക്കാൾ, പക്ഷെ ചുമ്മാ പൊട്ടക്കുപ്പി സോഡാക്കുപ്പി അങ്ങനെ കിടക്കുക, ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു നിലവാരം. അതുകൊണ്ട് ന്യൂസിലൻഡിലൊക്കെ വൃത്തി ഉള്ളത്, വൃത്തി പ്രകൃതിയിൽ നല്ല വൃത്തി. സ്വിറ്റ്സർലൻഡിന്റെ ഭൂപ്രകൃതി പുൽത്തകരിയാണ് ഇങ്ങനെ കിടന്ന് കൊടും മഞ്ഞുകാലത്ത് അവിടെ എല്ലാം വരണ്ട, പക്ഷെ ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ പൂക്കളായിട്ട് നമുക്ക് കൊതിയാവും. പ്രമേലോടിയാൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് 2 സ്ഥലങ്ങളില്? എണ്ണാൻ പറ്റുമല്ല, ഒരുപാട്. അമേരിക്ക, യൂറോപ്പ് ഒക്കെ ഓൾമോസ്റ്റ് 45 രാജ്യങ്ങൾ, 50 രാജ്യമായി. ഓക്കെ. ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ട എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി മലയാളി താമസിക്കുന്ന എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇത് അച്ഛന് ട്രാവൽ ഇഷ്ടമായതുകൊണ്ടാണോ അത് നമ്മുടെ ജോലിയുടെ ഭാഗമായി പ്രസംഗത്തിന് വേണ്ടി? ഡേറ്റ് കൊടുത്താൽ മതി. ഇനി ഇപ്പൊ 25 ഫെബ്രുവരിയാ, ഇനി അടുത്ത ജൂലൈ 20 വരെ 1 മണിക്കൂർ പോലും ആർക്കും ഇല്ല കൊടുക്കാൻ, പ്രോഗ്രാമും ഇല്ല. ജൂലൈ 20 ശേഷമേ അടുത്ത പ്രോഗ്രാം എടുക്കുള്ളൂ. ഓക്കെ. അച്ഛൻ പറയാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഹോട്ടലിൽ ചെന്നാൽ എന്നെ അറിയാവുന്നവർ വന്നാൽ എനിക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, റോട്ടിൽ ഇറങ്ങി നിന്നാ മതി, എന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാ പറ്റിയല്ല ഈ സെൽഫി, ട്രെയിനിനകത്ത് ഇരുന്നോണ്ട് സെൽഫി. അത് മനുഷ്യന്റെ ഇപ്പോഴത്തെ ഒരു രീതിയാണ്, കാര്യമൊന്നുമില്ല. എന്നെ എന്നിട്ട് ഈ സെൽഫി എടുക്കുന്ന വെച്ച് കഴിയുമ്പോൾ അതിൽ പട്ടിയുടെ സെൽഫി എടുക്കും, വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്, അന്തരീക്ഷമുണ്ട്. പിന്നെ ഹോട്ടലിലൊക്കെ ആകുമ്പം പലരും വന്നച്ച് അവര് തന്നെ പേ ചെയ്യും. ഹോട്ടലുകാർ പൈസ മേടിക്കല, അവിടെ പിന്നെ ഞാൻ പോയി നാണക്കേട്. അത് അച്ഛനോടുള്ള ഒരു സ്നേഹം. യൂത്താണ് എന്റെ പറയാൻ വരുന്നതെല്ലാം യൂത്താണല്ലോ, യൂത്ത് ആകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പാവങ്ങളിൽ നിന്ന് വന്ന വഴിക്ക് ഫോട്ടോ എടുത്ത് ട്രാഫിക് ജാം ആയിപ്പോയി, ബസ്സിന് പോകാൻ പറ്റിയില്ല, വിടാനില്ല, ഞാൻ തന്നെ ഓടി എന്റെ കാറിൽ. ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇപ്പം നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ നടന്മാര് അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കൗതുകമാണ് ഫോട്ടോസ് എടുക്കുക. അപ്പൊ ആ ഒരു കൗതുകമാണ് അച്ഛനെ കാണുമ്പോൾ എല്ലാവർക്കും, ഇൻക്ലൂഡിങ് പ്രായപരിധി ഇല്ലാതെയാണ്. ഇപ്പം ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ്ഡ് ആയിട്ടവർക്ക് താല്പര്യമില്ലായിരിക്കും, യൂത്തിന് താല്പര്യം. ഇത് അങ്ങനെയല്ല, യൂത്തിനും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അച്ഛനും ഒരേപോലെ സ്നേഹമാണ്. ഇപ്പൊ അച്ഛൻ ചിന്തിക്കുകയാണ് എന്നെ എന്താണ് എല്ലാ ആൾക്കാർക്കും ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന് എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? അത് ഉത്തരവുണ്ട്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്പം ആനന്ദം പകരുന്ന ആരെയും പൊതുസ്വത്തായിട്ട് ജാതി മത ഭേദമന്യേ പരിഗണിക്കും. ജഗതി വീണപ്പോൾ എല്ലാവർക്കും സങ്കടം ജഗതി, കാരണം
ജഗതി ആദ്യം വീട്ടിലെ ബന്ധുവൊന്നുമല്ല, ജഗതി വഴി കിട്ടിയ ഒരു ആശ്വാസവും ആനന്ദമുണ്ട്, തമാശയിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു കത്തോലിക്ക പുരോഹിതനാണ് ഞാൻ. പക്ഷേ ജാതിയോ മതവും നോക്കിയല്ല, എൻ്റെ ആശയം മനുഷ്യർക്കൊള്ളുന്ന ഒരുപാട് ആശ്വാസം. അല്ലെ അവരെയൊക്കെ എപ്പോഴും ചിരിപ്പിച്ചിട്ടുണ്ട്. അതോടെ അവരുടെ ആളായിട്ട് നമ്മളെ എടുക്കും. അതായത് ഇപ്പം നൽകിയ പോയ ചവിട്ടുകാരും റിക്ഷക്കാരും കണ്ടാൽ നമ്മുടെ ദേശം പോകും. കാരണം അവരുടെ ലെവലിലാണ് ആ രീതിയുള്ളതൊക്കെ. അപ്പം പിന്നെ ചിലപ്പോൾ മടുപ്പിൽ തോന്നും, ഒത്തിരി ഫോട്ടോയും ബഹളം, ഒരു വിശ്രമവും കിട്ടിയല്ല ചില സമയത്ത്. എല്ലാവരും ആസ്വദിക്കും. കാരണം അച്ഛന്മാരെയും വൈദികരെയും ഒക്കെ വിമർശിക്കുന്ന ഒരു ലോകത്ത് യൂത്തിനിടയിൽ ഇങ്ങനെ സ്വീകാര്യത വരുമല്ലോ, ആ രീതിക്ക് ഒരു സന്തോഷം. ഓക്കെ. ഇപ്പം വിമർശനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സഭകൾ തമ്മില് ഭയങ്കര വഴക്കുകളും കാര്യങ്ങളും നടക്കുകയാണ്. ഇപ്പം കുർബാന ചെല്ലുന്ന കാര്യത്തിലായാലും ഇടവക്കാരെ തന്നെ വൈദികരെ മർദ്ദിക്കുന്നു. അപ്പൊ അതൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. നമ്മൾ ബഹുമാനപൂർവ്വം അല്ലെ കാണുന്നതും നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ആൾക്കാരാണ് വൈദികർ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛൻ അതിനെങ്ങനെയാണ് കാണുന്നത്? അതിനിപ്പം അത് ഒരു സ്ഥലത്ത് മാത്രമുള്ള ഇഷ്യൂ ആണ്. എറണാകുളം എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ ഇത്. വേറെ ഒരിടത്തും വെള്ളത്തില്ല. അതിലൊരു സാമൂഹിക പശ്ചാത്തലമാകാം. പക്ഷെ എന്തോ ആ രീതിയിൽ അവർ മാത്രമേ അതിനെ കാണിക്കാറ്. ചിലർക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അവരാ പൗരവിനെ മാന്യത കളയാറില്ല. എതിർപ്പ് കാണും, പറയേണ്ടത് പറയും. ഈ ഗുണ്ടകളെ പോലെ ചിലപ്പം ഈ ഒരു ഗുണ്ടയ്ക്കും ലോകയുടെ അച്ഛനാകാം. ദൈവത്തിന്റെ തനി ഇടപെടലുള്ള ജീവിതമല്ലത്. ദൈവത്തോട് സഹകരിക്കുന്നവരുമല്ല. ഞാൻ അങ്ങനെ ഇടപെടാൻ ഞാൻ അങ്ങനെ കാണും. പൊതുവെ ഇതിലൊന്നും വിമർശനം പറയാൻ പോകല്ല. പക്ഷെ എനിക്ക് അവർക്ക് ആർക്കും എൻ്റെ മനസ്സിൽ ഒരു വിലയില്ല. അവരെ കാണിക്കുന്നത് വളരെ മോശമായ മൂന്നാംകട ഗുണ്ടകളുടെ രീതിയിൽ പെരുമാറുന്ന വൈദികരാണ് ചിലരെങ്കിൽ. അതിനകത്ത് ഒരുപാട് നല്ലവരുണ്ട്. ആ രീതി ഞാനും കണ്ട അധ്യായം അടയ്ക്കും. കാരണം ഞങ്ങളെ ആരും ഇത് ബാധിക്കുന്നുമില്ല, ജനത്തെയും ബാധിക്കുന്നില്ല, ഞങ്ങളെയും ബാധിക്കുന്നു. ഇപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛനെ വേറെ ഒരു വിവാദത്തിലേക്ക് നയിച്ചതായിരുന്നു. മറ്റേ നമ്മുടെ സീറോ മലബാർ സഭയിൽ വന്ന 5 കുട്ടികളുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആക്കാം അങ്ങനെ. അപ്പൊ അത് അച്ഛന് കുറച്ചൊന്ന് നെഗറ്റീവായി മാറിയായിരുന്നു ആ പ്രസംഗത്തിലൂടെ. അപ്പം ഇപ്പത്തെ ജനറേഷനിൽ ഇപ്പൊ ഇതുപോലെ തന്നെ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്, 1, 2 ഒതുങ്ങുന്നവരുണ്ട്. അപ്പം അവരോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? പറയാനുള്ളൂ, പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. ഇപ്പൊ അമേരിക്കയിൽ 7-8 മക്കളുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇഷ്ടം പോലെ. ഇവിടെ ഇങ്ങനെ ഈ പിള്ളേർ ഉത്തരവാദിത്തം എടുക്കാൻ കഴിയാത്തതും ആണല്ലോ ഇത് വേണ്ടെന്നൊക്കെ പറയുന്നത്. അത് ശരിയല്ല. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം, അത് പറയും. അത് അങ്ങനെ കൊടുക്കുന്നവരെ അവരത് സ്വീകരിക്കുക, വേണ്ടാത്തവര് പോയി ഭാര്യ നോക്കി ചുമ്മാ ബുദ്ധിയിരുന്നോളൂ. ഇപ്പൊ ചിലവർ പറയുന്നത് കുട്ടികൾ വേണമെന്നാകുന്നു, പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ജീവിതം ഒന്നിച്ചുകൊണ്ടാൻ പറ്റുന്നില്ല. ജോലി, സാമ്പത്തികമായി ഇപ്പത്തെ കാലത്ത് ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരാനും പഠിപ്പിക്കാനും ഒക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് കൺസേൺസ് പറയുന്ന ദമ്പതിമാർ ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. പക്ഷെ എന്നാലും ജസ്റ്റ് മുസ്ലിം സമുദായത്തെ നോക്കുക, രണ്ടിനും കൂട്ടുപിടിക്കാൻ പറ്റുന്നവരുമല്ല. കൂട്ടുപാല് വയ്ക്കുന്നവരും ആക്കരി ഇരിക്കുന്നവരുമാ. 7-8 മക്കളാണ്, ഒരു പഞ്ഞമില്ല. മനുഷ്യൻ കണക്ക് കൂട്ടുമ്പോൾ തകർച്ച വന്നോളി. ദൈവം നോക്കുന്നു കരുതുന്നവരെ ദൈവം ഇപ്പൊ എല്ലാരും 1-2 മക്കളിലേക്ക് ചുരുക്കുന്നുണ്ട്. വൈദികരുടെ എണ്ണം കുറയുന്നു എന്നൊരു ചർച്ചയും നമ്മുടെ സഭയിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം അതിലേക്ക് എങ്ങനെ ചിലവര് തമാശക്കല്ലേ, ഞാനിങ്ങനെ ട്രോളുകളും കാര്യങ്ങളും കണ്ടാണ് വൈദികർക്കും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് യൂത്തുകൾ വീണ്ടും അച്ഛൻ പട്ടമൊക്കെ സ്വീകരിക്കാനായിട്ട് വരും എന്നൊക്കെ പറയാനായിട്ട്. അതിനോട് എങ്ങനെയാ അച്ഛൻ? ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു ചിന്തയെ ഇല്ലല്ലോ. എപ്പോഴും എല്ലാ കാലത്തും കന്യാസ്ത്രീ അച്ഛനാക്കാം, ഇങ്ങനെ ആക്കാം, അല്ലെ മക്കളുള്ളവരെ അപ്പന്മാരെല്ലാരും മരിച്ചു കഴിഞ്ഞാൽ ആകാം എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. ഇതെല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പക്ഷേ അത് ഇന്ന് വരെ അതൊരു സഭാംഗീകാരമുള്ള കമന്റ് അല്ലത്. ചുമ്മാ മനുഷ്യർക്ക് എന്തെല്ലാം പറയാം. സഭയിലൊരു ചർച്ച വന്നാല് നമുക്ക് എന്തെങ്കിലും പറയാം അതിനെ കുറിച്ച്. പിന്നെ ഞങ്ങൾക്കൊന്നും ഒരു കുറവില്ല ഇപ്പോഴും ആവശ്യധികം അച്ഛന്മാർ. അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിനോട് യോജിക്കുന്നുണ്ടോ? സഭയുടെ തീരുമാനമാണെങ്കിൽ ഇപ്പൊ വേറെ സഭയിൽ ഇങ്ങനെ കല്യാണം കഴിക്കാലോ, വൈദികർക്ക് ഇങ്ങനെ ഓർത്തഡോക്സ് യാക്കോബയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ സഭയിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം എടുക്കുമല്ലോ. അപ്പൊ അച്ഛന്റെ അഭിപ്രായം എന്തായിരിക്കും? ചർച്ച വരണമല്ലോ. വരുമ്പം അന്നാരത്തെ അന്തരീക്ഷത്തിലെ അഭിപ്രായം പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്
അഭിപ്രായം ഇല്ല. ഇപ്പൊ ചില 1-2 മക്കളുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ പേരൻസിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം അച്ഛനെ വൈദികനാക്കിയപ്പോഴത്തേനും അച്ഛന് 5 മക്കളായിരുന്നല്ലോ നിങ്ങൾ, അപ്പൊ 3 പേര് പോയപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അച്ഛനെ ഒന്ന് വൈദികനാക്കാൻ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ 1-2 മക്കളുള്ളൂ. അപ്പൊ ചിലവർക്ക് ദൈവവിളി വന്നിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും മാതാപിതാക്കളുടെ ഒരു നിർബന്ധത്തിൽ സങ്കടം കണ്ട് അത് മാറ്റി വെക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കളോട് അച്ഛന് എന്താ പറയാനുള്ളത്? അവരുടെ അവസ്ഥയിൽ പറയാനുള്ളത് ദൈവം മനസ്സിലാണെങ്കിൽ വിട്ടുകൊടുക്കുക. ഏത് മകനും മകളും കൂടെ ഉണ്ടെങ്കിലും ആരുമില്ലാതെ മരിക്കുന്ന അപ്പനമ്മമാരുണ്ട്. അതേ സമയത്ത് ഒരച്ഛനായിട്ടുണ്ടെങ്കിൽ ആ അച്ഛനെങ്കിലും അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം എന്ന് പറയാൻ കൂടെ കാണും. അതുകൊണ്ട് അവരുടെ ആഗ്രഹമെങ്കിൽ വിട്ടുകൊടുക്കുക. അങ്ങനെയുള്ളവരെ പ്രേരിപ്പിച്ച് വിടാതിരിക്കുക. താല്പര്യമെങ്കിൽ കൊടുക്കുക. ഇപ്പം ഞങ്ങളുടെ കൂടുതൽ ഇപ്പം പഠിക്കുന്ന ഒരാള് MBBS MD ഫിസിഷ്യനായിരുന്നു പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജ്. അത് രാജിവെച്ചുകൊണ്ട് ഇപ്പം 9ാം വർഷം പഠിക്കുന്നു. അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഇപ്പൊ ഒറ്റപ്പുത്രന്മാർ വരുന്നതാണ്, ഒരുപാടുണ്ട്. കാരണന്മാരും പറയും പൈസ ഉണ്ടെങ്കിൽ ഓൾറെഡി ഞങ്ങൾക്ക് അവിടെയാണ് താമസിക്കാവില്ല, അവരിഷ്ടമാണ് ഇപ്പൊ കൊണ്ട് ഇഷ്ടം പോലെ പറയാൻ പേരൻസ് ആണ്. ചെറിയ പറഞ്ഞ പോലെ സങ്കടം പറയും, ഇങ്ങനെ പറയും, മനസ്സിലായില്ല. പിന്നെ അവരുടെ ദൈവത്തിന്റെ വഴി നമുക്കറിയില്ലല്ലോ. അപ്പൊ താങ്ക് യു ഫാദർ. ഒരുപാട് വിശേഷങ്ങൾ ഈ കുറഞ്ഞ ടൈമിൽ ഫാദർ ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുകയാണ്. ഇനി അല്ല ഇന്ന് തന്നെ കല്യാണം, ഒരു ഭാര്യയും ഭർത്താവിനെ ശിക്ഷിക്കാൻ പോവാ. അതെ, ശിക്ഷിക്കാൻ പോകുമ്പോ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ അംഗമായി മാറുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.